ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഞാൻ പുറത്ത് പോയിക്കായിരുന്നു. അപ്പം എൻ്റെ 2 ഫ്രണ്ട്സ് ഫോൺ ചെയ്തു. അവർ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടായിരുന്നു വിളിച്ചത്. ഒരാൾ ചോദിച്ചു ഞാൻ അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. വേറെ ഒരാൾ ഒരു കാര്യം കുറച്ചും കൂടി ഇതായിട്ടുള്ള കാര്യമാണ്. അപ്പം എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ചവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഞാൻ പുറത്തായിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അവിടെ ഭയങ്കര ശബ്ദമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ശബ്ദമൊക്കെ കാരണം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വീട്ടിലൊന്ന് വന്നോട്ടെ, ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കിക്കൂടാ. അതുകൊണ്ടാണ് മനീഷ് എൻ്റെ പുതിയ ഇല്ലാത്തത്. മനീഷ് ഓർക്കാൻ കിടന്നു. അപ്പം ഞാൻ വിചാരിച്ചു സമാധാനമായിട്ടിരുന്നൊരു വീഡിയോ ഉണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഞാൻ എന്തിനാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി പേർക്ക് അത് യൂസ്ഫുള്ളാകും. എനിക്കെൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ഇരുന്ന് ആലോചിക്കായിരുന്നു എന്ത് ചെയ്യണം, ഈശ്വര എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ, ഒന്ന് രക്ഷിക്കണേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു ഹെൽപ്പ് കിട്ടും അല്ലേ. അങ്ങനെ കിട്ടിയ ഒരു ഇതാണ് ഇത്. ഓക്കെ, സോ ഏത് പ്രശ്നം വരുമ്പോഴും നമുക്ക് ഈ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലൈഫിൽ. എൻ്റെ അടുക്ക സംസാരിച്ച് അറിഞ്ഞ ഒത്തിരി പേരുണ്ട്. ഉറപ്പായിട്ടും കുട്ടികളാണെങ്കിലും വേറെ മുതിർന്നവരാണെങ്കിലും ഒത്തിരി പേര് എൻ്റെ അടുക്ക നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടു, നിങ്ങളെങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയത്, പല പ്രശ്നങ്ങളിൽ കൂടെ പോയപ്പോഴും നിങ്ങളെങ്ങനെ മുന്നോട്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് സത്യസന്ധമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും. സോ പറഞ്ഞുതരാം. സാമ്പത്തികപരമായ പ്രശ്നമാണെങ്കിൽ, ദാറ്റ് ഇസ് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിലും, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാലും, പിന്നെ വേറെ ഹെൽത്തിൽ എന്ത് പ്രശ്നം വന്നാലും, പിന്നെ ഹെൽത്ത്, വെൽത്ത്, പിന്നെ കരിയർ, നമ്മുടെ ജോലി സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾ, അങ്ങനെ ഇത് 4 സ്ട്രിങ്ങാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ. ഈ 4 സ്ട്രിങ്ങും, ദാറ്റ് ഇസ് ഹെൽത്ത്, വെൽത്ത്, കരിയർ ആൻഡ് റിലേഷൻ, ഈ 4 സ്ട്രിങ്ങും ഒരേപോലെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ 4 സ്ട്രിങ്ങിലും എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഈ 2 ടെക്നിക്ക് നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഹോപ്നോപ്നോ. നമ്മുടെ ഹവായിൻ ടെക്നിക്കായ ഹോപ്നോപ്നോ മന്ത്രമാണ്. ഇത് വേറെ ഒന്നുമല്ല, നമ്മളെന്താ ഐ ആം സോറി, എന്ത് പ്രശ്നമാണെങ്കിലും അതിൻ്റെയൊക്കെ പറയൂ. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഈ ഒരു എന്താ പറയുക 4 വാക്യങ്ങൾ നമ്മൾ മനസ്സ് ടച്ച് ചെയ്ത് നല്ല ഇതോടെ എല്ലാ റെസ്പോൺസിബിലിറ്റി, എന്ത് പ്രശ്നമാണ് നടന്നതെന്ന് വെച്ചാൽ ആ പ്രശ്നത്തിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, മനസ്സിൽ പറഞ്ഞുകൊണ്ട്, മനസ്സ് തട്ടിക്കൊണ്ട് നമുക്ക് ഈ വാക്യങ്ങൾ നമ്മൾ ഉച്ചരിക്കണം. ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് നമ്മൾ മനസ്സ് തട്ടി നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം. എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ലൈറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നത്. അത്രയും പ്രാവശ്യം നമ്മൾ ചാൻറ്റ് ചെയ്യണത്. അങ്ങനെ ചാൻറ്റ് ചെയ്യും. ചിലരത് 108 പ്രാവശ്യം ചാൻറ്റ് ചെയ്യും, ചിലർ 9 പ്രാവശ്യം ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവർക്കൊരു ലൈറ്റ് ഫീലിംഗും ഒക്കെ ആയിരിക്കും. ഓക്കെ, 21 വേണമെങ്കിൽ 21 വേണമെങ്കിലും ചെയ്യാം. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഈച്ച് പേഴ്സൺ. ഓരോ ആൾക്കാർക്കും എത്ര പ്രാവശ്യം പറ്റുന്നോ അത്രയും പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക. എത്ര പ്രാവശ്യം ചാൻറ്റ് ചെയ്യുമ്പോഴാണോ മനസ്സിന് സന്തോഷം കിട്ടുന്നത് അത്ര പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യാം. അതാണ് ഫസ്റ്റ് ടെക്നിക്, ദാറ്റ് ഈസ് ഹോപ്നോപ്നോ ടെക്നിക്. ഇത് എന്തൊക്കെ വരുമ്പോഴും പ്രശ്നം, ഇപ്പം വീട്ടിലൊരു സാധാരണ നടക്കുന്ന എന്താ, വീട്ടിൽ ചെറിയ സൗന്ദര്യപ്പണങ്ങൾ ഹസ്ബൻഡും വൈഫൊക്കെ ഉണ്ടാകാറില്ലേ. അപ്പോൾ ആ ഒരു സമയത്തും നിങ്ങളറിയാതെ എന്തോ പറഞ്ഞു പോയി, അതുകൊണ്ട് ആ ഹസ്ബൻഡ് പിണങ്ങേ അല്ലെങ്കിൽ വൈഫ് പിണങ്ങേ, നിങ്ങളെന്ത് ചെയ്യാൻ, മിണ്ടാതെ ഒരു സ്ഥലത്ത് പോയി മിണ്ടാതിരുന്നുകൊണ്ട് നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി, ദൈവമേ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ്, ദൈവമേ എന്ന് പറയാം, യൂണിവേഴ്സ് എന്ന് പറയാം, നിങ്ങൾ എങ്ങനെയാണ് മനസ്സ് വിചാരിച്ചിരിക്കുന്നത് ആ ഒരു ഇതിൽ വിളിക്കാം നമുക്ക്. പിന്നെ യൂണിവേഴ്സ്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അപ്പോൾ എന്നെ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം അടിയുണ്ടാക്കിയതിൻ്റെ ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയാണ് പറയുന്നത്, അവരുടെയൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ 4 ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യണം. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ,
താങ്ക് യു ആൻഡ് ഐ ലവ് യു. അത് ശരിക്കും മനസ്സിൽ തട്ടിയൊന്ന് പറഞ്ഞു നോക്കിക്കേ, യു വിൽ സീ മിറക്കിൾസ് കേട്ടോ. ഇതൊന്ന് പറഞ്ഞു നോക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ചേട്ടൻ്റെയൊക്കെ അടിയാണെങ്കിൽ ചേട്ടൻ കുറച്ച് പറഞ്ഞു, എന്താ മോളെ നീ എന്തിനാ എൻ്റെ അടുക്ക് എന്തായിരുന്നു നിനക്ക് എന്തോ പറയണമായിരുന്നല്ലോ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന കാണാം. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്തത്. നിങ്ങൾക്ക് ഹസ്ബൻഡിനാണെങ്കിലും ട്രൈ ചെയ്യാം, വൈഫിനാണെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ നമ്മളിത് മനസ്സോടെ മാപ്പ് പറയാം. ആ ഒരു എനർജീനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ അവരുടെയൊക്കെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ഒരു പ്രശ്നം, ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം സോൾവായി. ചെറിയതല്ല, എത്ര വലിയ പ്രശ്നമാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് സ്റ്റാർട്ട്സ് ടു മെൽറ്റ്. അത് എത്ര എളുപ്പം മെൽറ്റ് ചെയ്ത് ഒന്നുമില്ലാതാകുന്ന പോലെ നമുക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ വിശ്വാസം, 100% വിശ്വാസം, ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ക്രിയേറ്റ് മിറക്കിൾസ് ഇൻ യുവർ ലൈഫ്, മിറക്കിൾസ്. പിന്നെ സെക്കൻഡാണ് ബുഡോയിൻ ടെക്നിക്ക്. ബുഡോയിൻ ടെക്നിക്ക് ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ലിയോൺ ബുഡോയിൻ എന്ന് പറഞ്ഞൊരു സൈക്യാട്രിസ്റ്റാണ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത്. പുള്ളിക്കാരൻ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നത്തിൽ കൂടെ, ഒരു സ്ത്രീ ഒരു ഭയങ്കര സീരിയസ് പ്രശ്നത്തിൽ കൂടെ കേസും അത് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ പ്രോപ്പർട്ടിയുടെ ഹെയർ ആകുന്നതിൻ്റെ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ആ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്കാണ് ബുഡോയിൻ ടെക്നിക്ക്. അതിൽ എന്താ ഈ ഒരു അദ്ദേഹം പറഞ്ഞു കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലയൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് എന്താണ് പ്രശ്നം, നമ്മുടെ പ്രശ്നം എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അതിന് എന്താ റിസൾട്ട് വേണ്ടതെന്ന് നമ്മൾ എഴുതി വെക്കുക. റിസൾട്ട് വേണ്ടതെന്ന് സത്യസന്ധമായുള്ള റിസൾട്ട് കേട്ടോ. നമ്മൾ ഒത്തിരി ഇതൊന്നും എഴുതരുത്. നമ്മൾ സത്യസന്ധമായ റിസൾട്ട്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം സത്യസന്ധമായിരിക്കണം. ഓക്കെ, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നതെന്നും എഴുതി വെക്കുക. എന്നിട്ട് നമ്മളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യുക. എന്നിട്ടൊരു മെഡിറ്റേറ്റീവ് മൈൻഡ്, അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റീവ് മൈൻഡിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നത്, നമ്മൾ ബ്രീത്ത്, നമ്മുടെ ഇൻടേക്ക് ഓഫ്, നമ്മൾ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അങ്ങനൊരു കുറച്ച് നേരം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു മെഡിറ്റേറ്റീവ് മൈൻഡ്, നമ്മുടെ മനസ്സൊന്ന് കാമാകും. അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്ലീപ്പി ഫീലിംഗ്, നമ്മളിങ്ങനെ ടുവേർഡ്സ് സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറങ്ങുന്നതിന് ഇച്ചിരി മുമ്പേ ഒരു ഫീലിംഗ് ഇല്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ജാഗ്രതയായിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് പറയും, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദൈവത്തിന് കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാം എന്ത് കാര്യത്തിനെ പറ്റി നിങ്ങൾ ഏറ്റെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സാധനം വേണമെങ്കിലാകാം, കേസാകാം, പൈസയാകാം, അങ്ങനെ പ്രശ്നങ്ങളാകാം, എന്ത് പ്രശ്നമാണെങ്കിലും ഇറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ നിറയെ ഉള്ളടക്കമുള്ള ഒരു മീനിങ് ഉള്ള ഒരു ഇതാണ്, ഒരു വേർഡാണ് ഇവിടെ യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇൻ ഡിവൈൻ ഓർഡർ. ഇത് ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ റിസൾട്ട് അത് നമുക്ക് കിട്ടും. ഇതിന് ഏറ്റവും നല്ല രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്, വരാൻ പോകുന്നതെന്ന് നമ്മൾ ഇത് ചെയ്ത് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ഇത് നമ്മൾ പിന്നെയും പറയുക. നമ്മൾക്ക് എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്ന അത്രയും പ്രാവശ്യം പറയുക, ചാൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പറയുക, ജസ്റ്റ് ലിവ് ഇറ്റ് ടു ഗോഡ്, അത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം അത് നമുക്ക് എല്ലാ ഈ കാര്യങ്ങൾ ശരിയാക്കി തരും. പക്ഷേ ഈ ഒരു വേർഡ് നമ്മൾ പറയുക, ടിൽ ഇറ്റ് നമ്മുടെ മനസ്സിനൊന്ന് കാമാകുന്നവരെ നമ്മൾ പറയുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടെക്നിക്ക്. ഈ 2 ടെക്നിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഒട്ടനെ അറിയിപ്പിക്കുക. ഓക്കെ, ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഉറപ്പ് 101% ഞാൻ പറയുക, എൻ്റെ ലൈഫിൽ ഇതൊക്കെ ഒത്തിരി റിസൾട്ട്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഒത്തിരി ലേറ്റായി. എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ട് ഇത് ഒന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും ലൈഫ് ഏറ്റവും നല്ലതായി മാറട്ടെ. താങ്ക് യു ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. എല്ലാ നല്ലതും എല്ലാവർക്കും വരട്ടെ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.